കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ,
കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ഹേ മാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക. നിയോഗങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങളാണ്. അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ
ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് അതീവ ഭക്തിയോടെയും വിശ്വാസത്തോടെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നിമിഷം ആയിരിക്കാൻ കഴിയേണ്ടത് ഒരു പ്രത്യേക ദൈവവിളിയാണ്. കൃപാസനത്തിലെ മദർ ഓഫ് ഗ്രേസാണ്. കൃപ നിറഞ്ഞ മറിയം. ഈ മദർ ഓഫ് ഗ്രേസ് തന്നെയാണ് വാഗ്ദാന പേടകമായി ഉടമ്പടിയിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിത അവസ്ഥകളിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലായി നമുക്ക് അനുഭവ സാക്ഷ്യം പറയാൻ കഴിയണത്. അപ്പോൾ നിങ്ങളൊരു കൃപയുടെ സന്നിധാനത്തിലാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ. കൃപ സ്വാഭാവികമായിട്ടും അത് കൃപയുടെ ഒരു പ്രത്യേകത, കൃപയ്ക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അത് എല്ലാ മേഖലകളെയും വ്യത്യസ്തങ്ങളായ രീതികളിൽ സ്പർശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ദൈവശക്തിയായിട്ട്. അപ്പോൾ നിങ്ങളെ ആരാധനയ്ക്ക് മുമ്പ് തന്നെ ആ വിഷയം, നിങ്ങൾ രോഗിയാണെങ്കിൽ അത് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇപ്പോഴ് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് രോഗങ്ങളില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ വിഷമം അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ട. കൃപ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണിത്. അത് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാകും. അതായത് ഇതിന് ടൈമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാലവുമില്ല, ദേശവുമില്ല. കൃപ കാലാതീതവും ദേശാതീതവുമാണ്. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ളവർ ഈ സെക്കൻഡിൽ സുഖപ്പെടുന്നത്. എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. അവർ ഭൂഖണ്ഡങ്ങൾ അപ്പുറത്തു നിന്നാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. പക്ഷേ ഓൺ ദി സെക്കൻഡ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മുഴകൾ അപ്രത്യക്ഷമാകുന്നത് കാണാം. അപ്പം കൃപയുടെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണാത്ത വിധത്തിലും ഇത് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ, ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്കിതുപോലെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ആരാധന തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും തുടങ്ങുന്ന മുമ്പ് തന്നെ നിങ്ങൾ മൗനമായി ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ജോലി നഷ്ടപ്പെട്ടവർ കടം മേടിച്ചു എന്ത് വിപത്താണ് ഇനി വരാൻ പോണതെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് എപ്പോൾ തീരും? ഈ കൊറോണ എപ്പോൾ തീരും? ഇതിൻ്റെ സാമ്പത്തിക തകർച്ചകൾ എപ്പോഴാണൊന്ന് അവസാനിക്കണത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ ഓർത്തിട്ട് നമുക്കൊരു എത്തും പിടിയും ഇല്ലാത്ത ഒരവസ്ഥ. ആ ജീവിതത്തിൻ്റെ ഫ്ലോ അങ്ങ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ മണി ഫ്ലോയും പോയി, സാമ്പത്തികമായ വരവ് ചിലവെല്ലാം പോയി. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണിനി സംഭവിക്കാൻ പോകുന്നത്? മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമോ? ആശങ്കകൾ. ഈ ആശങ്കകളെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളാണ്. അതും ഇപ്പോഴ് നമ്മൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്ത അവസ്ഥ. ജോലി ഉണ്ട് പലർക്കും, പക്ഷേ ശമ്പളം കിട്ടണില്ല. 10 മാസമൊക്കെ ആയിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ട്. അവരോട് ശമ്പളം ചോദിക്കാതെ മിണ്ടാതെ പ്രാണികളെപ്പോലെ ഏതായാലും ഭക്ഷണത്തിനുള്ള വക കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ശമ്പളം ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ വേണേൽ പോയിക്കൊള്ളാൻ പറയും. അങ്ങനെയുള്ള ഒരു വികലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ എല്ലാത്തിനും ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, കൃപാസനത്തിൽ അതിന് പരിഹാരം ഇല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള അഭിഷേക കേന്ദ്രമാണ്. ഉടമ്പടി അമ്മ തരണതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഉടമ്പടി തരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ശാരീരികവും മാനസികവുമായി തകർന്നവർ അവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ദൈവിക സംവിധാനമാണ്
ഈ ആരാധനാ തളം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളും വിദൂരങ്ങളിൽ എന്നെ ശ്രവിക്കുന്നവരും നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇപ്പോഴത്തന്നെ ആരാധനയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഇതിനൊരു തീരുമാനം ഉണ്ടായി. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയണം. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോനെ മഹത്വപ്പെടുത്തുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് നമ്മൾ പോകുന്നത്. വീടില്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കുടുംബ കലഹമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇവിടെ എല്ലാം വേദനിക്കുന്നവരെ നിങ്ങൾ അതിലൂടെയാണ് ഞങ്ങൾ നിങ്ങളെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും അടുപ്പിക്കുന്നതും വളർത്തുന്നതും. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴുള്ള വിഷയത്തിന് മാത്രമല്ല. ഇന്ന് കൊറോണയുടെ ഏറ്റവും വലിയ പ്രശ്നം ഭാവിയുടെ ആശങ്ക തലമാണ്. സാമ്പത്തിക മേഖലയിലും സാമ്പത്തിക കടങ്ങൾ പെരുകുന്നുണ്ട്. ഇപ്പോൾ രോഗത്തിൻ്റെ മേഖലകളിലും എല്ലായിടത്തും. പിന്നെ നമ്മൾ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ കയറിപ്പോകുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ എപ്പോഴും ആശങ്കയാണ്. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ ആശങ്കകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ പിൻപറ്റിയാണ് ഇന്ന് ആരാധന സഞ്ചരിക്കുന്നത്. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം. അതിൻ്റെ കോണ്ടസ്റ്റ് ഒരു പരൂസിയ കോണ്ടസ്റ്റാണ്. പക്ഷേ അതല്ല, വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വചനം എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. വചനം നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നതയുള്ളത്, നമ്മുടെ മനസ്സിലുള്ളത് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ വരുന്ന ആശങ്കകളെ എങ്ങനെയാണ് വചനം തരണം ചെയ്യണത്? എങ്ങനെ ആശങ്കകളെ എങ്ങനെ തരണം ചെയ്യാം? അതിനാണ് പരിശുദ്ധാത്മാവ് പറയണത്. എന്ത് ചെയ്യണം? സംഭവിക്കാൻ പോകുന്ന 21:36 സംഭവിക്കാൻ പോകുന്ന ഇവയെന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം നമുക്ക് വേണ്ടത് കരുത്താണ്. ശരിക്കും സംഭവിക്കാൻ പോകുന്ന ആശങ്ക വരുമ്പോൾ നമ്മൾ എന്നാ സംഭവിക്കണത്? ആശങ്ക വരുമ്പോൾ സ്വാഭാവിക സാമ്പത്തിക ആശങ്ക വരാം. ഇപ്പോൾ രോഗിയാണെങ്കിൽ ശാരീരിക ആശങ്ക വരാം. ഞാൻ ഈ രോഗം കൊണ്ട് എത്ര കാലം സർവൈവ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും എൻ്റെ അടുത്ത കൊല്ലത്തെ അവസ്ഥ? എന്തായിരിക്കും എൻ്റെ 10 കൊല്ലം കഴിയുമ്പോഴുള്ള അവസ്ഥ? അപ്പോൾ രോഗികളുടെ ആശങ്കകൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആശങ്ക വരുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്?
വി വിൽ ലോസ്റ്റ് അവർ കറേജ്. നമുക്ക് അതിൻ്റെ കരുത്ത് പോകും. അതാണ് ബൈബിൾ പറയണത്, കരുത്ത് ലഭിക്കണം. നമുക്ക് കരുത്ത് ലഭിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരെ അനുഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വചനം അനുഗ്രഹം എന്ന് മാത്രമല്ല പറയണത്. പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കരുത്താണ്. എന്നുവെച്ചാൽ ദ പവർ ടു സർവൈവ്. ഈ വിഷയത്തെ സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ ആ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നെന്ന് വരത്തില്ല, പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻഡ് ഇക്വാലൻറ്റ് പവർ നമുക്ക് കിട്ടും, കരുത്ത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വിഷയം നമ്മൾ വിചാരിക്കണ പോലെ തന്നെ ചാർട്ട് ചെയ്ത് നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ പൊള്ളലേൽക്കാതെ സർവൈവ് ചെയ്യാൻ ആവശ്യമായ കരുത്ത് ദൈവം അലോട്ട് ചെയ്യും. അതാണ് 21:34 പറയണത്. സംഭവിക്കാൻ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കരുത്ത് ലഭിക്കാൻ. ഇപ്പം അവിടെ കരുത്താണ് വേണ്ടത്. ചില സമയത്ത് ബൈബിൾ അതിനെ കപ്പാസിറ്റി എന്നൊക്കെ വിളിക്കും. പക്ഷെ കരുത്ത്, ഉൾക്കരുത്ത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സദാ പ്രാർത്ഥനയിൽ നിരതരായിരിക്കാൻ. ഒന്ന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അതുപോലെ ആശങ്കപ്പെടുന്ന അനേകം മക്കള് ബലഹീനരായി പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കരുത്ത്. ലൂക്കാസ് വിശേഷം 21:36 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യനാഥനോട് ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ സ്വർഗീയമായ കരുത്തിനാൽ ഈ നിമിഷം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എൻ്റെ മക്കൾ ഹൃദയത്തെ നെഞ്ചിൽ കൈവച്ച് യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവരും അവിടെ നെഞ്ചിൽ ഇടതുഭാഗത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രമാണം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യും. എന്ത് അവസ്ഥകളെ അതിജീവിക്കാനുള്ള അഭിഷേകം തരും. കർത്താവെ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങ് പറഞ്ഞു കർത്താവെ ഹൃദയത്തിന് കാവൽ വേണമെന്ന് ഈശോയെ. ഈശോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം അണിപ്രതാർന്ന അത്ഭുതകരത്തും കൂടെ കർത്താവെ ഇപ്പോഴേ നെഞ്ചത്ത് കൈപത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ നിന്റെ പരിശുദ്ധാത്മാ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴും കർത്താവ് ഹൃദയത്തിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ് വേദനപ്പെടുന്ന ആൾക്കാരുണ്ട് ഈശോയെ. കർത്താവ് ജീവിത പങ്കാളികൾ പിരിഞ്ഞു പോകാൻ വേണ്ടി പോകുന്ന
പോകുന്നുണ്ട് ഈശോയെ. കേസ് വരാൻ പോകുന്നുണ്ട് കർത്താവ്. ആ വരാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ്, കേസ് വരുമ്പോൾ കേസിൻ്റെ കർത്താവ് വിധി പ്രസ്താവിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കുമോ, അത് പ്രതികൂലമായിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവ്. ഈശോ അങ്ങയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് കർത്താവ്. ലൂക്ക 21:36 പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ ഓർത്ത് കർത്താവ് നിരാശപ്പെടാതെ കർത്താവ് സദാ പ്രാർത്ഥന നിരതരായിരിക്കാൻ കർത്താവ്. ഈശോ ഫിലിപ്പിയർ 4:7 പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹൃദയത്തെ കാവലേർപ്പെടുത്താൻ വേണ്ടി കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന വരത് കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വേദന കൊണ്ട് പ്രാർത്ഥിക്കുന്ന, രോഗം മാറാത്ത മക്കള് കർത്താവ്, രോഗം മാറാത്ത മക്കള്, അതിന് ഹൃദയവേദന അനുഭവിക്കുന്ന മക്കള്, മരുന്നിന് പണം പോലും ഇല്ലാത്തവര് കർത്താവ്, ഏത് ആശുപത്രി കിടന്ന് കർത്താവ് ബില്ല് തീർക്കാൻ പറ്റാത്ത മക്കൾ കർത്താവ്, മക്കളില്ലാത്ത കർത്താവ്, മക്കളില്ലാത്തതിന് വലിയ മാനസികമായ പീഡകളും വേട്ടയാടലും കർത്താവ് അനുഭവിക്കുന്ന കർത്താവ്. ഈശോ ഭവനം തകർന്നു പോയ കർത്താവ്, ഭവനം പണിയാൻ നിവൃത്തിയില്ലാത്തൊരു കർത്താവ്, വഴിയില്ലാത്തൊരു വീടില്ലാത്ത കർത്താവ്, അതെല്ലാം അനുഭവിക്കുന്ന ആന്തരികമായ ഹൃദയാഘാതങ്ങൾ കർത്താവ്. ഈശോ ഓരോ മനുഷ്യരെ സംശയം കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് കർത്താവ്, ജീവിത കർത്താവ് പഠനത്തിൽ കർത്താവ് പരാജയം കൊണ്ട് കർത്താവ്, മറ്റുള്ള മക്കളുടെ മുമ്പിൽ അപമാനിക്കുന്നതിന് ഹൃദയഭാരം അനുഭവിക്കുന്നവർ, ആ ഹൃദയത്തെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ആ ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ. യേശുക്രിസ്തു വിശുദ്ധ രക്തം ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ. യേശുക്രിസ്തു വിശുദ്ധ രക്തം ഹൃദയത്തെ സ്പർശിക്കട്ടെ, കഴുകട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സമാപനാശീർവാദം സ്വീകരിക്കാം. മുട്ടയുന്നുകൊണ്ട് സമാപനാശീർവാദം സ്വീകരിക്കാം. ഈ സമയത്ത് അങ്ങയുടെ മക്കള് ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴേ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൗനമായിട്ട് ആശീർവാദ സമയത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആശീർവാദത്തിൻ്റെ സമയത്ത് യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,